നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 ഏപ്രിൽ മാസം മുതൽ നമുക്ക് ഗ്യാസ് ലഭിക്കണമെങ്കിൽ അതിൻ്റെ ബുക്കിംഗ് രീതിയിലും മാറ്റം വരികയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസിൻ്റെ തൂക്കത്തിലും മാറ്റം വരികയാണ്. എങ്ങനെയാണ് ഇനി അങ്ങോട്ട് നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യുക, ഏപ്രിൽ മാസം മുതൽ നമുക്ക് ഗ്യാസ് ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുണ്ടായ യുദ്ധം കൊണ്ടാണ് നമുക്കിപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ആദ്യം സുലഭമായി ലഭിച്ചിരുന്ന ഗ്യാസിന് ഇപ്പോൾ ബുക്കിങ്ങിൻ്റെ ഇടവേളകൾക്കെല്ലാം സർക്കാർ നിശ്ചയിക്കുകയാണ്. ഒരു ഗ്യാസ് ബുക്ക് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് അടുത്ത ഗ്യാസുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് 14.5 കിലോ ആയിരുന്നു ഒരു കുറ്റിയിൽ നമുക്ക് ലഭിച്ചിരുന്ന ഗ്യാസ്. അത് ചിലപ്പോൾ മാർച്ച് മാസം മുതൽ നമുക്ക് 10 കിലോ മാത്രമായിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മുൻപെല്ലാം ബുക്കിംഗ് ചെയ്തിരുന്ന രീതി, നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മളൊരു കോൾ ചെയ്യുകയും അത് ഓട്ടോമാറ്റിക്കായിട്ട് ബുക്കിംഗ് ചെയ്യുമായിരുന്ന രീതി. ഇപ്പോഴും ഒരുപാട് ആളുകൾ അങ്ങനെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് കോൾ ലഭിക്കുന്നില്ല. അതിന് കാരണം ഒരു സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സിസ്റ്റം എപ്പോഴും എററാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫോൺ മുഖേന ബുക്കിംഗ് ചെയ്യാൻ സാധിക്കാത്തത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാൻ മറ്റൊരു സൗകര്യമായ രീതിയുണ്ട്. ഏത് സമയത്തും ബുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഏത് ഏജൻസിയുടെ ഗ്യാസാണ് ഉപയോഗിക്കുന്നത്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ HP ഗ്യാസാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് ഔദ്യോഗികമായ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് നമ്പർ വെച്ചാണോ നമ്മൾ ഗ്യാസ് ബുക്കിംഗ് ചെയ്യുന്നത് ആ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് OTP വരികയും ആ OTP അവിടെ നൽകുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷന് വഴി ബുക്ക് ചെയ്യാം. സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ വീട്ടിലെ മറ്റാളുടെ സഹായങ്ങൾ തേടി ഇങ്ങനെ ബുക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് സ്വീകരിക്കുകയും നമുക്ക് ഗ്യാസ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, മസ്റ്ററിങ്. എല്ലാ വർഷവും ചെയ്യേണ്ട കാര്യമാണ് ഗ്യാസ് മസ്റ്ററിങ്. അത് ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും നിലവിലുണ്ട്. അവർക്ക് ഇങ്ങനെ ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ മാർച്ച് മാസം മുതൽ അവർക്ക് ചിലപ്പോൾ ലഭിക്കുകയോ ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുവരെയും മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കുക. സ്വന്തമായി തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞ ആപ്ലിക്കേഷനെ വഴി സ്വന്തമായി ചെയ്യാൻ സാധിക്കും. ഇനി സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ ജനസേവന കേന്ദ്രങ്ങളിലും ഇതിന് സൗകര്യമുണ്ട്. ഇനി അന്ന് മസ്റ്റിംഗ് ചെയ്യാത്തത് പല ആളുകളും ഗ്യാസിൻ്റെ ഓണർ ചിലപ്പോൾ വിദേശത്തായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ആദ്യം ഓണർഷിപ്പ് മാറ്റണം. ഓണർഷിപ്പ് മാറ്റാൻ നിങ്ങൾ ഏത് ഏജൻസിയുടെയാണോ ആ ഏജൻസിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഓണർഷിപ്പ് മാറ്റി നൽകുകയും പുതിയ ഓണർക്ക് മസ്റ്റിംഗ് പൂർത്തിയാക്കാനും സാധിക്കുകയും ചെയ്യും. ഇതെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസിൽ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ മാത്രമാണ് പറയാറ്. മസ്റ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അന്ന് ചെയ്യാത്ത ആളുകൾക്കാണ് ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ